ജമിയത്തുൽ ഉലമായെ ഹിന്ദിൻ്റെ പ്രസിഡൻറ്റും രാജ്യം അംഗീകരിച്ച കച്ചവടക്കാരനല്ലാത്ത പണ്ഡിതന്മാരിൽ ഒരാളായ മൗലാന ഹർഷദ് മദനി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെയും അതിൻ്റെ അടയാളങ്ങളെയും വളരെ കരുതി കൂട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സർക്കാർ. അതിന് ഏതുവരെയും പോകുന്നു. പ്രതിയുടെ ജാതി നോക്കി ജാതിയെ ബലപ്പെടുത്തുന്നു. ഇനി ഒരു ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ആളുകളുടെ വീടുകൾ അയാൾ പ്രതിയാണോ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഇടിച്ചു നിരത്തുന്നു. ഇപ്പോൾ അതും കഴിഞ്ഞ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ ആക്രമിച്ചില്ലാതാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് വാക്കാണോ കിട്ടുന്നത് ആ വാക്ക് അതിനെ മനഃപൂർവ്വം ഉപയോഗിച്ച് അതിനെ തകർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അൽ ഫലാഹ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ അല്ലെങ്കിൽ 5 ഡോക്ടർമാർ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ആ കോളേജും അയാളുടെ വീടും ഒന്നും ഇടിച്ചു നിരത്തേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മായാ കുട്നാണി എന്ന് പറയുന്ന ഭീകരവാദി കുറ്റകൃത്യം ചെയ്തവൻ്റെ വീടിടിച്ച് നിർത്തണ്ടേ? ചാരപ്രവൃത്തിക്ക് പിടിക്കുന്നവൻ്റെ എല്ലാം വീടിടിച്ച് നിരത്തണ്ടേ? ഇന്നലെ 4-5 കാളകളെ പിടിച്ചല്ലോ, ഒരു അക്ഷരം ഒരുത്തനും മിണ്ടിയില്ലല്ലോ, ചർച്ച ചെയ്തില്ലല്ലോ, അവൻ്റെ വീട് നിരത്തണ്ടേ? അതവിടെ ഇരിക്കട്ടെ, അതൊരു വിഷയം. പക്ഷേ ഈ കെട്ട കാലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ സമുദായം തീറ്റിപ്പോറ്റിയ കുറേ സമുദായ നേതാക്കളുണ്ട്. അത്തരമൊരു സമുദായ നേതാവാണ് നമ്മുടെ ഉമ്മർ മുക്കം ഫൈസി. ഞാൻ ഈ ഉമ്മർ മുക്കം ഫൈസിയെയും സമുദായം ഒട്ടും വളർത്താത്ത, ഒന്നും സഹായിക്കാത്ത, പറ്റുമെങ്കിൽ ഒരുപാട് തെറി വിളിച്ചിട്ടുള്ള ഷെഫീന എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്. എന്നെ അവർ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ തമ്മിൽ ഞാനൊന്ന് വിലയിരുത്തിയപ്പോൾ മുസ്ലിമിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ സഹായം കിട്ടിയിട്ടുള്ളത് ഈ ഉമർ മുക്കം ഫൈസിമാരെന്ന് പറയുന്ന ഈ സമുദായം തീറ്റിപ്പോറ്റിയ ഈ ചരക്കുകളെ കൊണ്ടല്ല, ഇതുപോലുള്ള സ്ത്രീയെ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയ്യോ, ഉമർ മുക്കം ഫൈസിയുടെ തലയെക്കെട്ട് കണ്ടില്ലേ, ആ ദീക്ഷ കണ്ടില്ലേ, ആ രൂപവും ഭാവവും കണ്ടില്ലേ, അതുപോലെ അങ്ങ് സ്വർഗത്തിപ്പാനിരിക്കുന്ന ആളല്ലേ. എന്നാൽ ഷെഫീന ബീബി തലയിൽ തുണിയിടുന്നില്ലല്ലോ, പിന്നെ അവർ പറയുമ്പോൾ തെറി പറയുന്നല്ലോ, അവർ ഭയങ്കരമായി ബാക്കിയുള്ളവരെ ആക്ഷേപിക്കുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു താരതമ്യം ഇന്നത്തെ കാലത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്തെ ഉസ്താദന്മാരോ മൊയ്ലിയാക്കന്മാരോ അല്ല ഇപ്പോഴത്തെ മൊയ്ലിയാക്കന്മാർ. ഇപ്പോഴത്തെ മൂല്യാക്കന്മാരിൽ നിരപരാധികളായ പള്ളിയിൽ പോയി നിസ്കരിച്ച് കടത്തിലും ബാധ്യതയിലും കഴിയുന്ന പള്ളിപ്പരയെ പഠിപ്പിക്കാൻ പോകുന്ന മുഅല്ലിമീങ്ങളും അതുപോലെ തൈക്കാപ്പള്ളികളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരും അത്തരം ആളുകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കച്ചവടം, കട, മക്കളെ പേർഷയെ വിട്ട് പഠിപ്പിക്കാൻ നോക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ പോവുക. പക്ഷേ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളായി മാറിയ വലിയ വലിയ ആളുകളുണ്ട്. അത്തരമൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറിയ ആളാണ് ഈ മൂക്കം ഉമർ ഫൈസി എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം. ഇപ്പം ഞാനൊന്നും ഒരു സമുദായം വളർത്തിയ ആളൊന്നുമല്ല, നമുക്കൊന്നും അങ്ങനെ വേദി തന്നിട്ടുമില്ല, അങ്ങനെ ഒരു വേദിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളിലും ചർച്ചകളിലും ഒക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട് പരിപാടിക്ക്. ഇവരങ്ങനെയല്ല, സമുദായം തീറ്റിപ്പോറ്റിയ മൗലാനമാരാണ്, ചെലവിന് കൊടുത്തതാണ്, കൊണ്ടു നടന്ന് തോളയിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർക്കെല്ലാം ഭയങ്കരമായ സാമൂഹിക മാധ്യമ സംവിധാനവുമൊക്കെ ഉണ്ട്. ഇവർക്ക് പോകുന്നിടത്തെല്ലാം റീൽസ് എടുക്കാൻ ആളുണ്ട്, സംപ്രേഷണം ചെയ്യാൻ ആളുണ്ട്, ഇവർ ചരിഞ്ഞ് കിടക്കുമ്പോൾ റീൽസ് എടുക്കുന്നുണ്ട്, നല്ല മാപ്പിളപ്പാട്ടിട്ട് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അതിന് നമ്മുടെ കൂട്ട് ശമ്പളവും കൊടുക്കണ്ട. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിനെ കൊണ്ട് ചെയ്യിക്കണേ കൂലി കൊടുക്കണം. ഇത് ഉസ്താദിൻ്റെ ആകുമ്പം വേണ്ട, അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് പിടിച്ചോളും, അവിടെ വെച്ച് തന്നോളാം. അപ്പോൾ അതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇവരുടെ സംവിധാനം എല്ലാം അവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവർ ഈ സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ, ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ, ഇവർക്ക് ഗുണമുണ്ടാക്കാൻ, അല്ലാതെ ഒരു സന്ദർഭത്തിൽ പോലും ഈ സമുദായത്തിൻ്റെ അഭിമാനവും അന്തസ്സും ആസൂത്രിതമായി ആരെങ്കിലും നഷ്ടപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഒരക്ഷരം അവർക്കെതിരെ ഇവർ മിണ്ടൂല, വാതുറക്കൂല. കാരണം ഇവർ കരാറും ഇവർക്ക് സംരക്ഷണവും വേണ്ടത് അധികാരത്തിൻ്റെ സംരക്ഷണമാണ് വേണ്ടത്. അതാരാ വരുന്നതെന്ന് വെച്ചാൽ അവരെ കൂടെ കൂടാൻ ഇവർക്കൊരു മടിയില്ല, അവരുടെ പാദസേവകരാകാൻ ഒരു മടിയില്ല. പ്രവാചകൻ പോലും ഇത്തരം ആളുകളെയാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടതെന്നും ഇവർ പ്രമാണിമാരുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് യാചിക്കുകയും അവരുടെ അധികാരവും സമ്പത്തും മോഹിച്ച് പോകുന്ന കാലം ഈ ഉമ്മത്ത് നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സമകാലിക പ്രശ്നം ഇപ്പോൾ ഇവിടെ SIR നടക്കുന്നു, മറ്റേത് നടക്കുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു, സാധാരണ സമൂഹം വലിയ ഭയത്തിലായിരിക്കുന്നു. പിന്നെ എന്താ പറയുന്ന അത്തരമൊരു സന്ദർഭത്തിൽ പുള്ളിയുടെ പ്രസംഗം കേട്ടില്ല. പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കയറും.
നുഴഞ്ഞു കയറിയാൽ ദീനിന്റെ കച്ചവടക്കാരാ പറയുന്നത്. എടുത്തു നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? ഇതാണ് ഇവരുടെ പ്രസംഗം. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ജമാഅത്ത് ഇസ്ലാമി അല്ലയോ പറഞ്ഞതെന്ന്. ഇവരിതിനേക്കാൾ ആക്ഷേപിച്ചുകൊണ്ട്, ഈ സുന്നികൾ തമ്മിൽ തൊട്ടതുകൊണ്ട് തീടിക്കൂടായ്മ ഒന്നുമില്ലല്ലോ, ഇതിനേക്കാൾ അതിരൂക്ഷമായി ആക്ഷേപിച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ ഉസ്താദിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് എപ്പോഴും എന്ത് വേണം? നമ്മൾ സാധാരണ ചില കീടങ്ങൾ വളരാൻ അളിഞ്ഞ വെള്ളം വേണമെന്ന് പറയൂലേ, ചീഞ്ഞഴുകിയ വസ്തു വേണമെന്ന് പറയൂലേ, അതുപോലെ ഇവർക്ക് സമൂഹത്തിനകത്ത് ഈ സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ചീഞ്ഞളിയിക്കണം. അങ്ങനെ ചീഞ്ഞളിഞ്ഞെടുത്ത് വേണം ഇവർക്ക് വളരാൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയാണ് പറയുന്നതെങ്കിലും ഇവരിതിന് മുമ്പ് ഈ AP അബൂബക്കർ ഉസ്താദിനെ തറയെ നിർത്താതെ നടന്ന് പറഞ്ഞതാ. ഇനി ഇതൊന്നും ഇല്ലെന്നിരിക്കട്ടെ, ഇവർക്കിപ്പോൾ പുറത്താരെയും കിട്ടിയില്ല, വേറെ സംഘടനയും കിട്ടിയില്ലെങ്കിൽ ഇവർ അകത്ത് പൊട്ടിക്കും. അകത്ത് പൊട്ടിക്കുന്ന ആരെയായിരിക്കും എന്നറിയോ? ഒന്നെങ്കിൽ നമ്മുടെ പാണക്കാട്, പിന്നെ എന്താ പറയുന്നത്, ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിനിടയിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വവും ഒരു അടയാളവും ഒരു കച്ചവടക്കാരുമല്ലാത്ത നാനാജാതി മതസ്ഥർ കാലങ്ങളായി അംഗീകരിച്ചു പോകുന്ന ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കും. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഇവർ സ്വയം അങ്ങ് പൊട്ടിത്തെറിക്കും. ഇവർക്ക് വിഘടിക്കണം, ഇവർക്ക് അടിക്കണം. ഇവർ ഗുസ്തിക്കാരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓച്ചറക്കളി എന്ന് പറയുന്നൊരു കളിയുണ്ട്. അവിടെ കുറച്ച് കളിയാശാന്മാരുണ്ട്. അവരിപ്പോൾ ഈ അടുത്ത വർഷത്തെ ഓച്ചറക്കളിക്ക് ഇപ്പോഴേ അവർ പരിശീലനത്തിലും കായികക്ഷമതയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവർ ഈ മുസ്ലിം സമുദായത്തിലെ ഓച്ചറക്കളിക്കാരാണ്. ഇവർ ആ സമയമാകുമ്പോൾ കോണകം കെട്ടിക്കൊണ്ടിറങ്ങും കളിക്കാൻ. ഈ കളിയാണ് ഈ കണ്ടത്. ഇതകത്തും പുറത്തും എല്ലാം നടത്തും. പക്ഷേ ഇവർ സമുദായത്തിൻ്റെ ഒരു ആവശ്യത്തിന് ഇവർ വാ തുറക്കില്ല. വേറൊരു ആൾ ഈ സമുദായത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഇവർ മിണ്ടൂല്ല. ഈ പറയുന്ന മുക്കം ഉമർ പൈസി എന്ന് പറയുന്ന ആൾ രജിസ്റ്ററിൽ ഒപ്പിട്ട് കാശ് മോഷ്ടിച്ച സുഹൃത്തിന് വേണ്ടി മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം നടന്ന് ആ കേസൊന്ന് ഒതുക്കാൻ വേണ്ടി ഈ ഉമർ പൈസി പാലത്തായി കേസിൽ കോടതി അതിരൂക്ഷമായി വിമർശിച്ചല്ലോ ഒരു പ്രഥമാധ്യാപകനെയും അധ്യാപകർ ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്ന്. അവർക്കെതിരെ ഒരു വകുപ്പ് തല നടപടി എടുക്കണം, അത് അന്വേഷിക്കണം എന്നും പറഞ്ഞൊരു പരാതി ഇവർ കൊടുക്കുമോ വിദ്യാഭ്യാസ മന്ത്രിക്ക്? ഇവർക്ക് ആ 9 വയസ്സുകാരിയുടെ വേദന ഇവർക്ക് പ്രശ്നമാണോ? ഇനി ഒരു 9 വയസ്സുകാരിയല്ല 19 വയസ്സുകാരികളെ മാനഭംഗപ്പെടുത്തിയാൽ ഇവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇവർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ക്യാൻസറാണ്. ക്യാൻസർ. ഇത് ഈ സമൂഹം തിരിച്ചറിഞ്ഞ്, ഈ മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ളവരെ തിരിച്ചറിഞ്ഞ് ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ സമൂഹം ക്ഷയിക്കും. മറുവശത്ത് ഷെഫീന, അവർ തലയെ തട്ടമിടുന്നില്ല. അവർ വായി വരുന്ന എന്തൊക്കെ പറയുന്നു. പക്ഷേ പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമല്ലെന്ന് വെച്ചോ, അത് പോട്ടെ, അവർ മതവിശ്വാസി അല്ലാന്ന് കൂട്ടിക്കോ, അകാരണമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി അവർ ഇടയ്ക്ക് ശബ്ദം ഉയർത്തുന്നുണ്ട്. അതിനവർ ഉപയോഗിക്കാവുന്ന ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരുടെ മേൽ കേസുണ്ടാവുന്നുണ്ട്. ആ കേസുകളെ അവർ അതിജീവിക്കുന്നുണ്ട്. അവരിതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവർ നാളെ, ഞാൻ ഇസ്ലാമിക പ്രമാണത്തിൽ വെച്ച് പറയുക, ഞാൻ അവർക്കത് വേണ്ടായിരിക്കും, എങ്കിൽ പോലും നാളെ അവരിത് പൊരുത്തം ചോദിച്ച് പടച്ചോൻ്റെ അടുത്ത് എന്നാൽ ഈ വേഷക്കാരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പേ പടച്ചോൻ ഇഷ്ടപ്പെടാൻ പോകുന്നത് അവരെയായിരിക്കും. കാരണം ഇത് പഠിച്ച് മനസ്സിലാക്കി ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് സ്വന്തം ജീവിതം ധന്യമാക്കി സ്വന്തം സമുദായത്തിനകത്ത് ഓച്ചറക്കളി നടത്തി അതുകൊണ്ട് ജീവിക്കുന്ന പടയാശന്മാരാണ്. പക്ഷേ മറ്റോരങ്ങനല്ല. ഞാൻ ചിലപ്പോൾ ഷെഫീനയുടെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ എന്നോട് വിളിച്ചിട്ട് പറയും അവരെ അങ്ങനെ ചെയ്യരുത്, അവർക്ക് വേണ്ടി അവരോട് പറയരുത്, അവർ വേറൊരു അവരെന്ത് കാറ്റഗറിയാണ്? ആയിക്കോട്ടെ, അവർ പറഞ്ഞോട്ടെ. ഇനി നാളെ വിമർശിക്കുമ്പോൾ എന്നെ അവർ തെറി വിളിച്ചോട്ടെ, ഞാൻ സഹിച്ചു. പക്ഷെ അവരെടുക്കുന്ന നിലപാടിന് ഒരു നിലപാട് ശരിയാണെങ്കിൽ അത് ശരിയാന്ന് പറയണ്ടേ? ഒരു രാഹുൽ ഈശ്വർ കേരളത്തിൽ മൊത്തം നടന്ന് ഈ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നല്ലോ, അതിൻ്റെ 10-1 എന്തോ ഇവർ ഭയപ്പെടുന്നത്? ഇവരെന്തോ ഭയപ്പെടുന്നത്? ഇവർ കള്ളക്കടത്തുകാരാണോ? ഇവർക്ക് കള്ളമുതലുണ്ടോ? ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ഇവരുടെ തീടി കയറിയാൽ പിടിക്കാൻ വല്ലതും ഉണ്ടോ? ഉണ്ടാവും. അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? ഈ പ്രായത്തിൽ ഇനി എന്തുവാ പുള്ളിയുടെ ആഗ്രഹം ബാക്കിയുള്ളത്? പക്ഷേ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി അത് ജമാഅത്ത് ഇസ്ലാമിയോടുള്ള സംഗതി കൊണ്ടല്ല. ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, എനിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. പക്ഷേ കിട്ടുന്ന വേദിയിൽ അതിനേക്കാൾ പ്രയോറിറ്റിയുള്ള കാര്യം ഇരിക്കുമ്പോൾ ഇവരത് ഉണ്ടാക്കി ജീവിക്കാൻ നടക്കുക. ഈ പല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് 3 ദിവസമായി ഇരിക്കുന്ന സാധനം കുത്തിയെടുത്ത് തിന്നുന്ന ജീവികളെപ്പോലെ. തിരിച്ചറിയണം ഈ സമുദായം. ഇവരെയൊന്നും ചുമന്നുകൊണ്ട് നടക്കരുത്. സമസ്തയിലെ ആളുകളോടും പറയുക, ചുമന്നുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ ബാധ്യതയാണ്.